അടുത്ത ക്വസ്റ്റ്യൻ tan inverse cos x minus sin x divided by cos x plus sin x. നല്ല കുട്ടികളിലേക്ക് വീണ്ടും ശ്രദ്ധിച്ച് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടി വരും. നിങ്ങളെ കൊണ്ട് കഴിയും. ഇന്ന് ഞാൻ പറഞ്ഞു ടാൻ ഇൻവേഴ്സിനകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്? 1 താഴെ 1 എന്ന് ആദ്യം വന്നിരിക്കണം. ഞാൻ കംപ്ലീറ്റ് ഹിന്റ് മനക്കണക്കായിട്ട് പറയാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി അത് മാത്രമാക്കി ചെയ്തുകൂടാ, മുകളിലും താഴെയും ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? cos x. പറഞ്ഞ 1 മൈനസ് ടാൻ എക്സ് ബൈ ആയോ? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കണ്ട ഉടനെ ഏത് ഫോർമുല പറയണം? ടാൻ ശരി, ബാക്കിയാണ് എനിക്ക് ആവശ്യം ഇല്ല. ഇത് മറക്കരുത്. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് വന്നാൽ ഉടൻ മനസ്സിനകത്തൊരു ലഡു പൊട്ടണം. ടാൻ വീടിക്കൻ ഈക്വൽസ് ടാൻ ഇന്നിപ്പോ എഴുതിയുള്ളൂ 45 മൈനസ് എക്സ്. ഇന്നിപ്പോ എഴുതിയതേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്തു. ടാൻ 15 എഴുതിയപ്പോ ഞാൻ എഴുതുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ 45നെ നമുക്ക് ഇഷ്ടമില്ല. 5/4. അപ്പൊ ഇത് പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ വരി എഴുതി. അടുത്ത ടാൻ ഇൻവേഴ്സിനകത്ത് ടാൻ അല്ലേ? സോ ദി ആൻസർ ഈസ് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എത്തോണ്ട് ഡിവൈഡ് ചെയ്തു? cos x. അപ്പൊ ഇത് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആയി. അതിന്റെ പേര് അടുത്ത സ്റ്റെപ്പിൽ ടാൻ 5/4 മൈനസ് എക്സ്. കംപ്ലീറ്റ് ചെയ്തോളൂ. നമ്മള് മറ്റേ KFC നിന്ന് 3 കഷ്ണം വെച്ചാക്കിയ 3 പീസ് ഒരാളിന് വാങ്ങിച്ച എത്ര പീസ് ആണ്? 20 കുട്ടികളെന്ന് വെച്ചോ. 20 കുട്ടികളെങ്കിൽ 3 വെച്ച് 60 പീസ്. 60 പീസിന് 500 രൂപയ്ക്കുള്ള ഒരു ബക്കറ്റിൽ എത്ര പീസാണ്? 500 രൂപയ്ക്കുള്ള ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു പീസ് എത്ര ആണ്? ഒന്നില് 12 പീസാണ് ഏകദേശം.
കിട്ടിയ ചെയ്യണോ? കിട്ടിയല്ല. ഇനി ഇത് നോട്ട് എന്ന് എഴുതിയിട്ട് നോട്ട്. എനിക്ക് അടുത്ത് ഞാൻ പറയാൻ പോകുന്ന നോട്ട് സ്കൂളിൽ ഉൾപ്പെടെ അടുത്ത സെക്ഷനിലൊക്കെ വേണ്ടി വരും. അത് പലർക്കും അറിയില്ല. ഇതെല്ലാവരും കേട്ടോ. ഇൻവേഴ്സ് ഫങ്ഷൻ, അതിന് ഒരു ഫോർമുലയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പോലെ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. മറക്കണ്ട, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോലുള്ള എക്സ്പ്രഷൻ വരാം. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പോലത്തെ എക്സ്പ്രഷൻസ് വരാം. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളൂ, നല്ല മിടുക്കരായിട്ട് ഓർമ്മിക്കണം. ഇൻവേഴ്സിനകത്ത് ഇൻവേഴ്സിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എടുത്ത് വെച്ചോളരുത്. ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ വന്നാൽ ഉടൻ നിങ്ങൾ ഓർമ്മിക്കൂ, എക്സിന് പകരം എ സൈൻ തീറ്റ എന്നോ അല്ലെങ്കിൽ എ കോസ് തീറ്റ എന്നോ കൊടുക്കണം. എന്തുകൊണ്ടത് കേട്ടാ, എക്സിന് വരെ എ സൈൻ തീറ്റ കൊടുത്തെങ്കിലേ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആയില്ലേ. അതിൽ നിന്ന് കോമൺ ആയിട്ട് ആരെ എടുക്കാം? എ സ്ക്വയർ. ബാക്കി വായിക്കുക 1 മൈനസ് സൈൻ സ്ക്വയർ. അതിന്റെ പേര് അങ്ങനെ എളുപ്പത്തിൽ കിട്ടും. അതിലേക്ക് വേണ്ടിയാണ് ഇത് വരുമെങ്കിൽ എക്സിന് പകരം എ ടാൻ തീറ്റ എന്നോ അല്ലെങ്കിൽ എ കോട്ട് തീറ്റ എന്നോ കൊടുക്കണം. ഇതിന് എക്സിന് പകരം എ സിക് തീറ്റ എന്നോ അല്ലെങ്കിൽ എ കൊസിക് തീറ്റ എന്നോ കൊടുക്കണം. ഇത് ജീവനാഡിയാണ്, ഏതിനും അങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ ചില ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തരും. അടുത്തതാണ് പ്രധാനം കേട്ടോ. ഒരേ എക്സ്പ്രഷൻ റൂട്ടിനകത്ത് പ്ലസും മൈനസും വെച്ച് കണക്ട് ചെയ്യും. ഈ എക്സ്പ്രഷൻ തന്നെ താഴെയും വരും വിത്ത് മൈനസ്. ഇതും ബേസിക് ആയിട്ട് ഓർമ്മിച്ചോളൂ. ഇതിനെ നിങ്ങൾ പിന്നെ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് ബൈ 1 മൈനസ് കോസ് വരത്തക്ക വിധത്തില് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. റൂട്ടിനകത്ത് പ്ലസും മൈനസും ഒരേ എക്സ്പ്രഷൻ തന്നെ വന്നാൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് 1 പ്ലസ് കോസ് ബൈ 1 മൈനസ് കോസ് എന്നാക്കിയാൽ 1 പ്ലസ് കോസിൽ നിന്നിപ്പോ ഒരു ഫോർമുല നേരത്തെ തന്നു, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. 1 മൈനസ് കോസ് വന്ന 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അങ്ങനെ എഴുതാൻ പറ്റും. ഇനി എല്ലാവരെയും ഉപദ്രവിക്കുന്നത് വെറും പ്ലസും മൈനസും. റൂട്ടില്ല. റൂട്ട് വന്നാലേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റൂട്ടില്ലാതെ ഒരേ സംഖ്യ പ്ലസും മൈനസും വന്നാൽ പ്രോബ്ലം ചെയ്യുമ്പം പറയാം ടാനിലേക്ക് കൺവെർട്ട് ചെയ്ത് അത് മാറ്റിക്കോളണം. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പം പറഞ്ഞുതരാം. ഇത്രയും പലർക്കും അറിയില്ല, വളരെ ശ്രദ്ധിച്ച് അപ്പൊ എഴുതിക്കോളൂ. സം യൂസ്ഫുൾ ഹിന്റ്, സം യൂസ്ഫുൾ ഹിൻസ് എന്ന് എഴുതിയിട്ട് അത്രയും ഒന്ന് എഴുതിയെടുക്കൂ. സം യൂസ്ഫുൾ ഹിൻസ്. നമ്പർ ഒക്കെ എഴുതിക്കോളൂ. 6 5 എഴുതണേ. കപ്പാസിറ്റി എത്ര കപ്പാസിറ്റി ഉണ്ട്? കപ്പാസിറ്റി രണ്ടെണ്ണം കഴിക്കാനുള്ള കപ്പാസിറ്റി എന്തായിരിക്കും? അങ്ങനെ കൊതി പിടിപ്പിച്ചാൽ 3 എണ്ണം കഴിക്കാൻ കഴിക്കും.
അത് നമ്മളിവിടെ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ കൊതി പിടിച്ച് പിന്നെ കഴിച്ചോളൂ. പിന്നെ KFC ചിക്കൻ കഴിക്കാത്ത ചിക്കനെ കഴിക്കില്ലേ? അല്ല, നമുക്ക് ട്രിവാൻഡ്രത്തെ ലുലു മാളില് ഒരുപാട് വെറൈറ്റി KFC ചിക്കൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ടേസ്റ്റ്. പിന്നെ അത് എത്ര ദൂരം KFC ഇവിടുന്ന് ഒരുപാട് ദൂരം. നമ്മളെ ഹോസ്പിറ്റലിന്റെ അവിടെ ഓർഡർ ചെയ്താൽ ഇനി കൊണ്ടുവരില്ലല്ലേ? മറ്റേ സ്വിഗ്ഗിയിലൊക്കെ പറഞ്ഞ കൊണ്ടുവരില്ലേ? ഇന്നല്ല ലാസ്റ്റ് ക്ലാസ്സിനെ വാങ്ങിച്ചിട്ടു, അല്ലെങ്കിൽ കൊതിയ തോന്നും ദിവസവും. സ്വിഗ്ഗിയിലൊക്കെ ഏർപ്പാട് ചെയ്താൽ കൊണ്ടുവരുമോ? വരുമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സിംപ്ലിഫൈ the following. Simplify the following. Simplify the following. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, tan inverse x by root of s square minus x square. എന്തുകൊണ്ടെന്ന് കൂടെ മനസ്സിലാക്കി കേട്ടോളൂ. ടാൻ ഇൻവേഴ്സിനകത്ത് ആര് വരണം? ടാൻ. എത്ര ശ്രമിച്ചിട്ടും ടാൻ വന്നില്ലെങ്കിൽ ആര് പറയാം? കോട്ട്. എന്നാൽ π/2 ഒന്ന് മാറ്റിയാൽ, മൈനസ് ഒന്ന് മാറ്റിയാൽ ടാൻ ആവും. വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഇങ്ങനെ ഒരു ഫോർമുല ടാനിന് കേട്ടിട്ടില്ല. അപ്പൊ ഫോർമുല വെച്ചുള്ള കളി നമുക്ക് രക്ഷപ്പെടില്ല. ഇപ്പൊ ഞാൻ എഴുതുന്ന റിസൾട്ട് അനുസരിച്ച് ഇതിൽ ഏത് എക്സ്പ്രഷൻ ഉണ്ട്? അങ്ങനെ വരുമ്പോ എക്സിന് വേറെ എന്തോന്ന് എഴുതണം? എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഞാൻ എഴുതണില്ല, നിങ്ങൾ അവിടെ സൈഡിൽ കണ്ടുപിടിക്കും. വാട്ട് ഈസ് സൈൻ തീറ്റ? വാട്ട് ഈസ് സൈൻ തീറ്റ? സോ വാട്ട് ഈസ് തീറ്റ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഒന്നുകൂടെ, ഇതിൽ നിന്ന് തീറ്റ എത്രയെന്ന്, സോറി, സൈൻ തീറ്റ ചോദിച്ചാൽ എക്സ് ബൈ എ. സോ തീറ്റ ചോദിച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇത് നിങ്ങൾ അവിടെ സൈഡിൽ എഴുതിക്കോളണം. ഇതാ നമുക്ക് തുടങ്ങാം. പറ, ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ താഴെയുള്ള എ സ്ക്വയർ വെളിയിലെടുക്കുമ്പോ എ, ബാക്കി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന കോസ് സ്ക്വയർ, റൂട്ട് എടുക്കുമ്പോൾ കോസ് തീറ്റ. ഒന്നുകൂടെ, എ സ്ക്വയർ വെളിയിലെടുത്തപ്പോ എ ആയിട്ട് മാറി. ബാക്കി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്, അത് റൂട്ടിനകത്താണ്. അങ്ങനെ കോസ് തീറ്റ. അപ്പൊ നോക്ക്, ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ തന്നെ കിട്ടി. അതായത് ടാൻ തീറ്റ. രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഇത് തിരിച്ചു വരാമെങ്കിൽ കോട്ടായിരിക്കും, അതിനെ ടാൻ ആക്കി മാറ്റേണ്ടി വരും. സോ ദി ആൻസർ ഈസ് തീറ്റ. ശ്വാസം വിടരുത്. തീറ്റയ്ക്ക് വരെ ആരെ എഴുതണം? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതുമ്പോഴാണ് ഫുൾ ആവുന്നത്. എഴുതിക്കോളൂ.
പണ്ട് മലമ്പുഴ, നിങ്ങളപ്പുറത്ത് മലമ്പുഴയിൽ ചുട്ട മീൻ വെക്കും. അത് നല്ല ഇഷ്ടമാണ്. മീൻ ചുട്ട് അതിന് അവിടെ സൈൻ തീറ്റ ഈക്വൽസ് എക്സ് ബൈ എ, therefore തീറ്റ ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതിക്കൊള്ളണം. അടുത്ത ക്വസ്റ്റ്യൻ, tan inverse 3 square x minus x cube by a cube minus 3ax square. അപ്പൊ നോക്കണ്ട, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ കിടക്കുന്നു, അത് മാറ്റണം. ആരെ? നിങ്ങൾ തന്നെ പറയണം, പറയുന്നത് മിടുക്കി. ഇത് വൺ തരണം, അതാണ് ജീവപ്രശ്നം. അതറിഞ്ഞ പിന്നെ തീർന്നു. ടാനായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യനും ഇത് ഒന്നായിരിക്കണം. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ശരി, അപ്പൊ ഒന്ന് പറഞ്ഞുതരൂ. ടാൻ ഇൻവേഴ്സ് 3x by a, കാരണം ഒരു എ സ്ക്വയർ വെട്ടിപ്പോവും, ബാക്കി എ. അടുത്ത മൈനസ് എന്ന് വെച്ചാൽ എക്സ് ബൈ എ ദി ബൈ 1 മൈനസ് 3. ഈ ഒരു എ വെട്ടിയാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. കണ്ടോ? ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഏതോ ഒരു ടാനിന്റെ ഫോർമുലയാണ്. നേരത്തെ സൈൻ ടു തീറ്റ കോസ് ടു തീറ്റ ഒക്കെ പറഞ്ഞു തന്നപ്പോ ഇതൊരു ഫോർമുല ടാനിന് പറഞ്ഞെന്ന് വായിച്ചു നോക്കൂ. നേരത്തെ എഴുതിയ ഫോർമുല ടാൻ 3 തീറ്റയ്ക്ക് ഒരു ഫോർമുല എഴുതുന്ന വായിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫോർമുല എന്ന്. ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയത് കിട്ടണമെങ്കിൽ ആർക്ക് പകരം എന്ത് കൊടുക്കണം? എക്സ് ബൈ എക്ക് പകരം ടാൻ തീറ്റ എന്ന് കൊടുക്കണം. ഇതിൽ നിന്ന് തീറ്റ കണ്ടുപിടിച്ച് വെച്ചോളണേ. അപ്പൊ ഇതിന് പറഞ്ഞുതരൂ. ടാൻ ഇൻവേഴ്സ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 minus 3 tan square theta, and this is the expansion for tan 3 theta. അല്ലേ? ഇൻവേഴ്സ് ടാൻ കിട്ടി, സന്തോഷമായി. സോ ആൻസർ ഈസ് 3 theta. ഇനി ലാസ്റ്റ് ആൻസറിൽ തീറ്റയ്ക്ക് വരെ എത്രയെന്ന് എഴുതും? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. വളരെ പ്രധാനമാണ്. ഇതൊന്നും ഏത് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, പ്രാക്ടീസിൽ ചെയ്യണം.
അടുത്ത ക്വസ്റ്റ്യൻ. tan inverse root of 1 plus x square minus 1 by x. വീണ്ടും കേട്ടോ, ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ കേട്ടിട്ടില്ല. ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇനി നമ്മൾ കള്ളത്തരം. ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ഏതോ ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻ ഉണ്ട്. ഏത് തരത്തിലുള്ളത്? ഇപ്പൊ എഴുതുന്ന എക്സ്പ്രഷൻ കുറെ ഹിന്റ് പറഞ്ഞിരുന്നില്ല, ഇങ്ങനെ വന്നാൽ ഇന്നത് ചെയ്യണം. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. പക്ഷെ എക്ക് ഇവിടെ എത്ര? 1. ആ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരുമ്പോ എ ടാൻ തീറ്റ എന്നോ എ കോട്ട് തീറ്റ എന്നോ. ആ എ ഇവിടെ 1 ആണ്. അപ്പൊ കേട്ടോ, സോ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കൊടുത്താൽ മതി? എ ടാൻ തീറ്റയ്ക്ക് വരും ടാൻ തീറ്റ. സോ വാട്ട് ഈസ് തീറ്റ? എക്സ് ബൈ എ. ഇനി നോക്കിക്കോ, സ്വല്പം ജോലിയുണ്ട്. ജോലിയല്ല, ടാൻ ഇൻവേഴ്സ് സ്വല്പം സ്റ്റാൻഡേർഡ് കൂട്ടും, പേടിക്കരുത്. റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ. ശരിയായോ? ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അത് റൂട്ട് എടുക്കുമ്പോ സീക് തീറ്റ ബൈ ടാൻ തീറ്റ. സ്വല്പം കൂടെ സ്റ്റാൻഡേർഡ് കൂട്ടണു, തറയാവണ്ട. ഇതിന്റെ പേര് എങ്ങനെ മാറ്റാം? 1 ബൈ ഇതോ? ഇതിന്റെ LCM ആര്? ഇവിടെ താഴെ കോസ് തീറ്റ. രണ്ട് വെട്ടി പോവുമല്ലോ. മിച്ചമുള്ളത് പറയാം. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞ് LCM എടുക്കുമ്പോ ആ 1 കോസ് തീറ്റ ആവൂലേ? ബൈ സൈൻ തീറ്റ.
നേരത്തെ തന്ന ഫോർമുലയാണ്. ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസിന് ഫോർമുലയുണ്ട്. വായിച്ചു നോക്ക്. 1 മൈനസ് കോസിന്റെ ഫോർമുല 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 വന്ന ആംഗിളിന്റെ പകുതി. സൈൻ തീറ്റയ്ക്ക് ഒരു ഫോർമുലയുണ്ട്. 2 സൈൻ തീറ്റ ബൈ 2 ബൈ 2. 2 പോയി, ഒരു സൈൻ പോയി. നമ്മൾ കാത്തിരുന്നത് ടാൻ ഇൻവേഴ്സിനകത്ത് സൈൻ ബൈ കോസ് ആകുന്ന ടാൻ. ടാൻ ഇൻവേഴ്സിനകത്ത് ടാൻ വന്നാൽ അത് ക്യാൻസൽ ചെയ്തു. സോ ദിസ് ഈസ് 1/2. തീറ്റ എന്ന് പറയുന്ന ഇവിടെ നിന്നും കിട്ടും ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് പിന്നെ ഡിഫറൻസിയേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ ബാക്കിൽ ഇരിക്കുന്ന ഇതിന്റെ 2 ഡിഗ്രിക്ക് പിടിച്ചാവുന്നു. അപ്പൊ എല്ലാവരും ഇത് നല്ല ഇത്രയും ദിവസം നല്ല പഠിച്ചത് കൊണ്ടാണ് ഇന്നത്തെ KFC വാങ്ങിച്ചേർന്ന്. ഇനി ഐസ്ക്രീം ഒക്കെ വന്നു. ജലദോഷം വരുമെങ്കിൽ പിന്നെ പാടല്ലേ. KFCക്ക് ഐസ്ക്രീം ഉണ്ട്. ഇത് വെള്ളം അടിച്ചാൽ വയറ്റിൽ തുടങ്ങും. കേട്ടാ, നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു KFCയിൽ ഇപ്പൊ ചിക്കൻ ഇല്ല, ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഏറ്റവും വലിയ കുട്ടിയെ രണ്ടാമതിരിക്കും. KFC ഇവിടെ പാലക്കാടിലെ KFCയിൽ ഇപ്പൊ ചിക്കൻ ഇല്ല, ഐസ്ക്രീം മാത്രം. ഇങ്ങനെയും പറയാം. അതെന്തെന്നറിയാം, ഒരു കഷ്ണം എടുക്കണം ഐസ്ക്രീം അരിഞ്ഞെറിഞ്ഞ് വെക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു, ഒരക്ഷരവും ഇതിൽ സെലക്ഷൻ നടത്തിക്കളരുത്, എല്ലാം
പിന്നെ ഈ കഴിഞ്ഞത് 2 മാർക്കിന് ചോദിച്ചുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന് പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കൊള്ളൂ. പ്രൂവ് ദറ്റ് tan inverse root of 1 plus x square plus root of 1 minus x square by root of 1 plus x square minus root of 1 minus x square equals pi by 4 plus cos inverse half cos inverse x square. നോക്കണേ, ഇതും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം എല്ലാവരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എക്സ്പ്രഷൻ പ്ലസും മൈനസും വെച്ച് റൂട്ടിനകത്ത് കണക്ട് ചെയ്താൽ 1 പ്ലസ് കോസ് അല്ലെങ്കിൽ 1 മൈനസ് കോസ് ആക്കി മാറ്റണം. അപ്പൊ 1 പ്ലസ് കോസ് പോലെ വരണമെങ്കിൽ എക്സ് സ്ക്വയറിന് പകരം കോസ് തീറ്റ എന്ന് കൊടുക്കുക. സ്വല്പ ജോലിയുണ്ട്, മാക്സിമം മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് തീറ്റ? അതാണ് ആൻസറിൽ വന്ന കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. നല്ല ശ്രദ്ധിച്ച് കൂടെ പറയണേ. പറഞ്ഞ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് by root of 1 plus cos theta minus root of 1 minus cos theta. ഞാൻ നേരത്തെ പറഞ്ഞു 1 പ്ലസ് കോസ് എന്ന് വന്നാൽ 2 ആംഗിളിന്റെ പകുതി, 1 മൈനസ് കോസ് വരുമെങ്കിൽ 2 സൈൻ സ്ക്വയർ. ഇത് രണ്ടും എപ്പോഴും വേണം. ഇത് പറഞ്ഞുതരും. അപ്പൊ റൂട്ട് ഓഫ് 2 കോസ് സ്ക്വയർ ആംഗിളിന്റെ പകുതി പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് 1 മൈനസ് 2 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ബൈ റൂട്ട് ഇത് തന്നെ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി ഈ ന്യൂമറേറ്ററിൽ നിന്ന് റൂട്ട് 2 വെളിയിലെടുക്കാം. താഴെയും റൂട്ട് 2 കോമൺ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയല്ലോ. ബാക്കി പറയാം, അതിന്റെ റൂട്ടാണ്. അപ്പൊ കോസ് തീറ്റ ബൈ 2 പറഞ്ഞൊരു ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2 മൈനസ് സൈൻ തീറ്റ ബൈ 2. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ടാൻ ഇൻവേഴ്സ് വന്നപ്പോ ആര് വേണം? അത് ആൻസർ വരേണ്ടത് 1 വരണം അല്ലേ? അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? പറഞ്ഞുതരൂ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ ബൈ 2. നേരത്തെ പറഞ്ഞ പോലെ മിടുക്കനായിട്ട് പറയൂ. ടാൻ ഇൻവേഴ്സ്, ഇതിന്റെ പേര് ടാൻ 45 പ്ലസ് ആംഗിൾ അല്ലേ? ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ടാൻ പോയി പൈ ബൈ 4 പ്ലസ് ഈക്വൽസ് പൈ ബൈ 4 പ്ലസ് 1/2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. അങ്ങനെ ഇത് പണ്ട് ചോദിച്ചത് 4 മാർക്കിന് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എഴുതും. എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. ഇത് മുമ്പ് ഒരാളിനെ കൊന്നിട്ടുണ്ട് കളറിച്ചത്. ചോദിച്ചു എന്ത് 1 പ്ലസ് പ്ലസ്
ഇത് മൈനസ് അല്ലേ, മറ്റേ പ്ലസ് ആവും. ഇത് പ്ലസും താഴെ മൈനസും വരുമ്പോൾ അത് π/4 പ്ലസ് തീറ്റ ആണ്. അയാളെ കൊന്ന ആളിന്റെ പ്രേതം ഇപ്പൊ അവിടെ കൂടെ കറങ്ങി കൊണ്ട് നടക്കുകയാണ്. ചോദിച്ചു പറയട്ടെ. ഇതൊക്കെയാണെങ്കിൽ ഈ വർഷത്തെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വർഷത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് മാത്രമാണ് സബിന് ഉള്ളത്, വേറെ ആർക്കും ഇല്ല. സമയമില്ല. സബിൻ നിങ്ങൾക്ക് മാത്രം, AND പാലക്കാടിന് മാത്രം. അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ദ വെരി സെയിം എക്സ് സ്ക്വയറിന് പകരം വെറി എക്സ് എന്ന് എഴുതുക. അപ്പൊ ഈ ആൻസർ ആരായിട്ട് മാറും? കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ വരൂല, വെറി എക്സ്. ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കോളൂ. Prove that tan inverse the root of 1 plus x plus root of 1, sorry, അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇവിടെ മൈനസ് ഇടണം, താഴെ പ്ലസ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യൻ. tan inverse root of 1 plus x minus root of 1 minus x by root of 1 plus x plus root of 1 minus x equals ആൻസർ അത് തന്നെ 5/4 അല്ല, മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. 5/4 മൈനസ് ഹാഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ഹാഫ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇനി 10 മിനിറ്റ് ഇന്റർവെൽ എടുത്തോളൂ.
അപ്പൊ ഇനി ഒരു 5-6 ക്വസ്റ്റ്യനേ കൂടെ ഉള്ളൂ. ഇത് ചെയ്യുന്നത് വളരെ ദുഷ്ടഹൃദയം ഉള്ള ടീച്ചേഴ്സ് നിങ്ങളെ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ടീച്ചേഴ്സിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ. കാരണം ചിലപ്പോൾ അത് കയറി ചോദിച്ചു കളയും. അങ്ങനത്തെ കുറെ, കാരണം ഈ നിങ്ങളെ കൊച്ചു മനസ്സിന് അവർക്ക് ഡീൽ ചെയ്യാറുണ്ടാത്ത കുറെ ടീച്ചേഴ്സ്, അവർക്ക് വേണ്ടിയാണ് അടുത്ത ഒരു 5-6 ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. Prove that cot inverse root of 1 plus sin x plus root of 1 minus sin x divided by root of 1 plus sin x minus root of 1 minus sin x equals x by 2. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, ഇതിനെ നിങ്ങൾ അടുത്ത ഡിഫറൻസിയേഷൻ എന്ന സെക്ഷൻ നമ്മളിപ്പോ തുടങ്ങി വെച്ച് ഫസ്റ്റ് ഇയർ, അതിന്റെ കണ്ടിന്യൂഷനായിട്ട് വലിയ ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ നോക്കി, ഇതിന്റെ ഉത്തരം എത്രയേ ഉള്ളൂ? x/2. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ആ കൊച്ചു വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതാണ് ഇത് എൻട്രൻസിൽ ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയത്. അപ്പൊ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേട്ടോളണേ. ഇതിന് എളുപ്പ വഴി ഇതാ കേട്ടോ. 1 plus sin x എന്ന് പറഞ്ഞാൽ, നല്ല ശ്രദ്ധിച്ചോളണം, ഈ 1ന് പകരം cos square x/2 plus sin square x/2 എന്ന് എഴുതണം. cos square theta plus sin square theta 1 ആണ്. എന്നിട്ട് ഈ sin x-ന് പകരം 2 sin x/2 cos x/2 എന്ന് എഴുതണം. ഇത് x/2 വന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ മാറ്റിയത്. ഇപ്പൊ ഇത് cos x/2 പ്ലസ് sin x/2 ദി ഹോൾ സ്ക്വയർ ആയി മാറും അല്ലേ? a സ്ക്വയർ ഉണ്ട്, b സ്ക്വയർ ഉണ്ട്, 2ab ഉണ്ട്. സിമിലർലി 1 minus sin x വരുമ്പോ the very same cos x/2 minus sin x/2 ദി ഹോൾ സ്ക്വയർ ആയി മാറും. ഇത് പരീക്ഷയ്ക്ക് സൈഡിൽ കാണിക്കുക. ഇനി വരൂ, കോട്ട് ഇൻവേഴ്സ് പറഞ്ഞുതരൂ. എന്ത് എളുപ്പം നോക്കിക്കോളാം. ഇതിന് പകരം റൂട്ട് ഓഫ് cos x/2 പ്ലസ് sin x/2 ദി അടുത്ത പ്ലസ് cos x/2 മൈനസ്, ഇനി ഇത് എഴുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കോസ് ആദ്യം എഴുതി ശീലിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞാണ്, ഒരിക്കലും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയരുത്. ഞങ്ങളും പഠിച്ചത് അങ്ങനെയാണ്. പക്ഷേ എൻട്രൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എപ്പോഴും കോസ് ആദ്യം പറയുക, രണ്ടാമത് സൈൻ പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചിലർക്ക് തെറ്റുവരും. ഡിവൈഡഡ് ബൈ താഴെ അതേ എക്സ്പ്രഷൻ തന്നെ വിത്ത് മൈനസ് അല്ലേ? അപ്പൊ ഇനി ആൻസർ പറഞ്ഞ കോട്ട് ഇൻവേഴ്സ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ cos x/2 പ്ലസ് sin x/2 പ്ലസ് ഇതോ cos x/2 മൈനസ് sin x/2. താഴെ പറയൂ, ഇത് cos x/2 പ്ലസ് sin x/2 മൈനസ്
ഇത് ബ്രാക്കറ്റിനുള്ളിലായിരിക്കണം. ഇതൊരു തെറ്റ് വരാവുന്ന ഇതാണ്. അത് ശ്രദ്ധിച്ചു വെച്ചോളാം. തെറ്റാതെ ബ്രാക്കറ്റ് വേണം. ഈക്വൽസ് കോട്ട് ഇൻവേഴ്സ്. ഇതാ കേട്ടോ, ഇത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി 2 കോസ് x/2. ഈ മൈനസ് കോസ് x/2 ഈ കോസ് x/2 ആയിട്ട് ക്യാൻസൽ ചെയ്യും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ x/2. ഈ സൈൻ x/2 കൂടെ 2 സൈൻ x/2. 2 ക്യാൻസൽ ചെയ്യും. ഈക്വൽസ് കോട്ട് ഇൻവേഴ്സ് കോസ് ബൈ സൈൻ കോട്ട് x/2. കോട്ട് ഇൻവേഴ്സിനകത്ത് കറക്റ്റ് കോട്ട് വന്നു. സോ ദി ആൻസർ ഈസ് ഇതാണ്. മറക്കരുത്, എൻട്രൻസിന് വളരെ പ്രധാനം, ബോർഡ് എക്സാമിനേഷന് വളരെ പ്രധാനം, എസ്പെഷ്യലി ഫോർ ഡിഫറൻസിയേഷൻ. ആയിരിക്കും. ഇത് മറക്കരുത്. ഈ 1ന് പകരമാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ എക്സിന്റെ ഫോർമുല ഇത്. ഈ സൈൻ എക്സിന് ഈ ഫോർമുല വന്നത് കൊണ്ടാണ് ഈ 1 വരെ x/2 എന്നുള്ള ടേം ചേർത്തത്. അത് മറക്കരുത്. ഒരു മിനിറ്റ് എല്ലാവരും. ഇത് 1 + sin 2x ആയിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ കോസ് സ്ക്വയർ x + sin സ്ക്വയർ x എഴുതാവും. കാരണം sin 2x പകരം നിങ്ങൾ എഴുതുമ്പോൾ 2 sin x cos x എന്നേ വരും. അതനുസരിച്ചാണ് ഈ എക്സ്പ്രഷൻ മാറ്റുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കും. മാറി നിൽക്കാൻ വേണ്ടിയാണ്. അല്ല, അത് ഭയങ്കര എനിക്ക് കാണും. അല്ല, കേസിൽ ഐസ്ക്രീം തന്നെയാണ്. എന്റെ കൂട്ടുകാരിയാണ്. സൂക്ഷിച്ചോളം നടക്കാൻ പോകും. ഈ ക്വസ്റ്റ്യൻ സൈഡിൽ മാർക്ക് ചെയ്തോളൂ. കാരണം ഇത് ഈ സ്റ്റെപ്പ് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര പാടാണ്.
അപ്പൊ ഓൺലൈൻകാരെ ശ്രദ്ധിച്ചോളൂ, ഇനി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കസ്റ്റഡി വിട്ടു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. 2-3 ക്വസ്റ്റ്യൻ നല്ല കട്ടിയുള്ളതാണ്. പക്ഷെ ബോർഡ് എക്സാമിനേഷന് വന്നിട്ടുണ്ട്, കീമിനും വന്നിട്ടുണ്ട്. എഴുതിക്കൊള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ. if tan inverse x plus tan inverse y minus tan inverse z equals 0, then prove that x plus y plus xyz equals z. ഞാൻ ഒന്ന് മനക്കണക്കാറ്റം ചെയ്യുന്ന എന്റെ കൂടെ എത്തണം കേട്ടോളൂ, ശ്രമിച്ചു നോക്കാം. ഇയാളെ റൈറ്റ് സൈഡിൽ എടുക്കുക. അപ്പൊ tan inverse x plus tan inverse y equals tan inverse x plus tan inverse y യുടെ ഫോർമുല പറ. tan inverse x plus y divided by equals. അപ്പൊ tan inverse x ഉം tan inverse y യും തുല്യം എന്ന് പറഞ്ഞാൽ x equals y. tan inverse x സമൻ tan inverse y എന്ന് പറഞ്ഞാൽ x is equal to y. അപ്പൊ ഇവിടെ എഴുതാൻ പറ്റണത് പറ. x plus y by 1 minus xy equals z. ആണോ? ക്രോസ് മൾട്ടിപ്ലൈ x plus y plus z minus xy z എന്ന് വരും. മനസ്സിലായ? ഈ നെഗറ്റീവ് ടേമിനെ ലെഫ്റ്റ് സൈഡിൽ എടുത്ത് നോക്ക്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. അപ്പൊ x plus y മൈനസ്, ഒരു മിനിറ്റ്, പ്ലസ് എക്സ് വൈ സെഡ് എന്നാണ് കിടക്കുന്നത്. ഓ തന്നല്ല, പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽസ് ഇസെഡ്. ഇടയ്ക്കുള്ള സ്റ്റെപ്പ് തന്നെ എഴുതണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്തെഴുതും? ഇയാളെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അടുത്ത ഇടതുവശത്തുള്ളതിന് ഫോർമുല അപ്ലൈ ചെയ്യും. ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഇസെഡ്. അതിൽ നിന്നാണ് ഇത്രയും എഴുതേണ്ടത്. ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ബോർഡ് എക്സാമിനേഷൻ
6 മാർക്ക് സോറി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്ത 2 ക്വസ്റ്റ്യൻസ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള എൻട്രൻസിനും ചോദിച്ചിട്ടുണ്ട്. എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. ഇഫ് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് കോസ് ഇൻവേഴ്സ് y by b equals alpha equals alpha. Prove that x square by s square minus 2xy divided by ab 2xy by ab ബാക്കി മുകളിലാണ് ഇൻറ്റു കോസ് ആൽഫ ഈക്വൽസ് സൈൻ സ്ക്വയർ ആൽഫ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ എൻട്രൻസിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ഫോർമുല മാറ്റിയിട്ടുള്ളത് കൊണ്ട് സൈഡിൽ എഴുതിക്കോളൂ ഓൺലി ഫോർ എൻട്രൻസ്. അപ്പൊ കേട്ടോ, എൻട്രൻസിന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് ഫോർമുല നമ്മൾ പഠിച്ചു. xy മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ്, ഇങ്ങനെ ഒരു ഫോർമുല എൻട്രൻസിന് വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നല്ല മിടുക്കരായിട്ട് ഇതിൽ പറഞ്ഞു തരും. കോസ് ഇൻവേഴ്സ് എക്സ് ബൈ എ ഇൻറ്റു, അപ്പൊ എക്സ് വൈ ആയി. അടുത്ത് പറ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് y square by b square equals alpha. ഫോർമുല അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇതിന്റെ അർത്ഥം എക്സ് വൈ ബൈ എ ബി, ഇതിന്റെ അർത്ഥം മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. എത്രയെന്ന് ചോദിച്ചാൽ ഈ കോസ് ഇൻവേഴ്സ് ഇപ്പുറത്ത് പോയി കോസ് ആൽഫ. എൻട്രൻസിന് വേണ്ടിയാണ് പറഞ്ഞത്, മറ്റൊരു വേണ്ട, കാരണം ഇതിപ്പോ ഈ ഫോർമുല ഡിലീറ്റ് ചെയ്തതുകൊണ്ട്. ഇനി നമുക്ക് ആൻസറിൽ റൂട്ട് എന്ന വാക്കില്ല, അതുകൊണ്ട് ഇതിനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുന്നതിന് റൂട്ട് ഉള്ളത് ഒരു സൈഡ് എടുക്കണം, റൂട്ട് ഇല്ലാത്തത് ഒരു സൈഡ് എടുക്കണം. അപ്പൊ ഇത് റൂട്ട് ഇല്ലാതെ ഇതിന്റെ കൂടെ എഴുതി. ഈ നെഗറ്റീവിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോ ഇത്രയും മനസ്സിലായോ? മനസ്സിലായാലും ഇത് റൈറ്റ് സൈഡിൽ എടുത്തു, കോസ് ആൽഫ ലെഫ്റ്റ് സൈഡിൽ എടുത്തു. ഇനി ഇത് സ്ക്വയർ ചെയ്യണം. ദാ ശ്രദ്ധിച്ച് കേട്ടോ, സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ പറ. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ആയി മൈനസ് 2xy by ab cos alpha plus cos square alpha equals, ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയി മാറി. ജസ്റ്റ് ഇടതുവശം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതേണ്ടി വന്നു. ഇവിടെ ചുമ്മാ പ്രോഡക്റ്റ് ആയതുകൊണ്ട് സ്ക്വയർ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇത്രയും വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും.
KFC ice cream. KFC ice cream. പക്ഷെ തന്നെ എങ്ങനെയാ വീട്ടിലിട്ട് വളർത്തുന്നത്? തന്നെ എങ്ങനെയാ വീട്ടിലിട്ട് വളർത്തുന്നത്? എങ്ങനെ വീട്ടിലിട്ട് വളർത്തണമെന്ന് ഇല്ല, തന്നെത്താൻ വളരുമെന്നാണ് പറയുന്നത്. അമ്മ നമുക്കൊക്കെ ബുദ്ധിയുണ്ടെന്ന് കളിമണ്ണിനകത്ത്. പക്ഷെ അതിൻ്റെതായ അഹങ്കാരം ഇല്ല കേട്ടോ. എഴുതിയത്രേ. ഇനി ബാക്കി കേട്ടോ. ആയില്ല. അല്ല, ഇത് മാറ്റുന്നല്ല, അതുവരെയുള്ളത് മാറ്റൂടെ? അതുവരെ എത്തി കാണുമല്ലോ. ഇനി ബാക്കി കേട്ടോളൂ. ഇതാ x²y² / s² -2xy/ab cos alpha plus cos² alpha equals, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 1 -y²/b² -x² into into അല്ല പ്ലസ് x²y²/s²b². അപ്പൊ ഈ രണ്ട് ടേംസും ക്യാൻസലേഷൻ. ഇനി ഈ രണ്ട് നെഗറ്റീവ് ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കൂ. x²/s² പ്ലസ് y²/b² ആയി. പിന്നെ ഉള്ളത് -2xy/ab into cos alpha ഈക്വൽസ്, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോ 1 - cos² alpha. ശരിയല്ലേ? ബട്ട് വാട്ട് ഈസ് 1 - cos² alpha? ഇനി ആൻസർ നോക്കൂ. x²/a² ഉണ്ടോ? പ്രൂവ് ദാറ്റ്. ആൻസർ നോക്കിയോ. y²/b² ഉണ്ടല്ലോ. -2xy/ab cos alpha ഈക്വൽസ്, മനസ്സിലായ? ഇത്രയും നല്ല ശ്രദ്ധിച്ചോളേ. ഈ രണ്ട് ടേമിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അയ്യോ, ആദ്യത്തെ ടേം, അതിന് ആദ്യത്തെ ടേം എത്ര ഉണ്ടല്ലോ, പ്രൂവ് ദാറ്റില്. ആ ലെഫ്റ്റ് സൈഡിൽ അവസാനത്തെ ടേം എത്ര? അതടുത്ത്, അതിന്റെ അടുത്ത് ഞാൻ വായിച്ച ആൻസർ നോക്ക്. x²/a² ക്വസ്റ്റ്യൻ ആണ്. -2xy/ab into cos alpha പ്ലസ്, വായിച്ചില്ലേ, പ്ലസ് y²/b² കൂടെ ഉണ്ട്. പ്ലസ് y²/b² കൂടെ ക്വസ്റ്റ്യനിലുണ്ട്.
ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 into 1 1. അടുത്ത 1 into ഇത് മൈനസ്. അടുത്ത ഇത് ഇൻറ്റു ദിസ് എന്ന് വെച്ചാൽ മൈനസ്. ഇത് ഇൻറ്റു ദിസ് പ്ലസ്. അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് എൻട്രൻസിന് മാത്രം എഴുതിക്കാം. ഇഫ് കോസ് ഇൻവേഴ്സ് എക്സ് ബൈ ടു, if cos inverse x by 2 plus cos inverse y by 3, cos inverse x by 2 plus cos inverse y by 3 equals theta, prove that 9x square minus 12xy cos theta minus 12xy cos theta plus 4y square equals 36 sin square theta. അപ്പൊ ഇനി അടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനേഷൻ ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വൃത്തികെട്ട സ്വഭാവം ഉള്ള ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. എഴുതിക്കോളൂ. ഷോ ദാറ്റ് സൈൻ ഞാൻ എഴുതിയിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. കോട്ട് ഇൻവേഴ്സ് cos tan inverse x equals റൂട്ടിനകത്ത് ന്യൂമറേറ്റർ x square plus 1 divided by x square plus 2. റൂട്ടിനകത്ത് x square plus 1 by x square plus 2. എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് മോസ്റ്റ് പ്രോബബിളി ഇത്തവണത്തെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതായിരിക്കും വരാൻ ചാൻസ്. നല്ലവണ്ണം പഠിച്ചോളൂ. ഇപ്പൊ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കുക. പെട്ടെന്ന് എളുപ്പമല്ല കേട്ടോളെ. ഇത് ആദ്യം കോസ് ടാൻ ഇൻവേഴ്സ് കാണണം. കുറെ പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കോട്ട് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് വാല്യൂ കാണണം. ആ കിട്ടുന്ന ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സൈൻ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുകൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് പോലെ അത് ഈ വില കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് ദിസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സൈൻ ഓഫ് ഈ കിട്ടിയ ആൻസർ നോക്കുമ്പോഴാണ് ഇത്. അപ്പൊ എന്റെ കൂടെ ശരിക്കും ശ്വാസം വിടാതെ കേട്ടോണ്ടിരിക്കൂ, അന്തരിക്കരുത്. അപ്പൊ കേട്ടോ, ആദ്യം ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് വാട്ട് ഈസ് ടാൻ എക്സ്, ഇതുപോലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ഫിഗർ വരയ്ക്കുക. അപ്പോ എ ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ദാറ്റ് ദ adjacent side will be root of 1 minus x square.
അല്ല ഞാൻ ഇത് തെറ്റല്ലേ? ടാൻ അല്ലേ? ടാൻ തീറ്റ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പൊ ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഇയാളെയാണ് എടുത്തത് ആദ്യം. നൗ ഇനി അടുത്ത് ആരെ കാണണം? കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് കാണണം. ശ്രദ്ധിച്ചു കേട്ടണം, ഇതാണ് അടുത്തിട്ട്. പക്ഷെ അതിൽ ടാൻ ഇൻവേഴ്സ് എക്സിന് വരെ ഞാൻ കൊടുത്ത പേരെന്ത്? എ. ഈ കോസ് എന്ന് പറയുന്ന ഈ ഫിഗറിൽ നിന്ന് കാണാമല്ലോ. എത്ര? 1/√x² + 1. മനസ്സിലാവണം ഇത്രയും ദൂരം? അപ്പൊ ഇത് കണ്ടുപിടിച്ചു. ഇനി ആരെ കാണണം? കോട്ട് ഇൻവേഴ്സ്. ശ്രദ്ധിച്ചു കേട്ടോ, കോട്ട് ഇൻവേഴ്സ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, കാരണം ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നാൽ തെറ്റിപ്പോകും. അപ്പൊ ഇത് കോട്ട് ഇൻവേഴ്സ്. ഇതിന് പകരം എനിക്ക് കിട്ടിയ ആൻസർ 1/√x² + 1 ആണോ? ഇതിന് പകരം എനിക്ക് കിട്ടിയ ആൻസർ. അടുത്ത സ്റ്റെപ്പില് ഈ കോട്ട് ഇൻവേഴ്സ് 1/√x² + 1 എന്ന ആളിന് ബി എന്ന് പേര് കൊടുക്കുക. സോ വാട്ട് വിൽ ബി കോട്ട് ബി? 1/, ഇത് പേര് കൊടുത്ത ഉടനെ അതിന്റെ ഫിഗർ വരയ്ക്കണം. ബി ആണ് ആംഗിൾ. കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ബൈ ഓപ്പോസിറ്റ് സൈഡ്. സോ ദാറ്റ് ഈ വാല്യൂ പറ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ്, അതപ്പോ x² + 1 + 1, അതായത് റൂട്ട് ഓഫ് x² + 2. ഇത് അവിടെ ഇരുന്നോട്ട്. അപ്പൊ കോട്ട് ബി ഇത് കിട്ടിയപ്പോ ഇത്രയും ആൻസർ ആയി. അതിനർത്ഥം ഇനി ബാക്കിയുള്ള, അപ്പൊ ഇതിൽ നിന്ന് വാട്ട് ഈസ് സോ വാട്ട് ഈസ് ബി? അല്ല, കോട്ട് ഇൻവേഴ്സിനല്ലേ നമ്മൾ പേര് കൊടുത്ത്. ഇനി കേട്ടോ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഈക്വൽസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് ദിസ് എക്സ്പ്രഷനെയാണ് നമ്മൾ ഇത് കിട്ടിയത്, അതിനെ ബി എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാരായിട്ട് മാറും? സൈൻ ബി അല്ലേ? ഇതിന്റെ പേര് ബി ആണ്. അവിടെ തെറ്റരുത്. ഇതിന് പകരം ഇയാൾക്ക് പകരമാണ് ഞാൻ ബി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവന്റെയും പേര് ബി, സൈൻ ബി. സൈൻ ബിയുടെ ഡെഫിനിഷൻ പറ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് x² + 2 ഈക്വൽസ് ഒറ്റ റൂട്ടിനുള്ളിൽ ഇത് എഴുതുക. ആൻസർ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. സ്വല്പം ഇമ വെട്ടിയാ പോയി. ഇയാൾക്ക് എന്ന് പേര് കൊടുത്തു. ഫിഗർ വരച്ചിട്ട് അതിൽ നിന്ന് കോസ് എത്രയെന്ന് കണ്ടുപിടിച്ചു. ഈ കോസെ കണ്ടുപിടിച്ചിട്ട് അടുത്ത് ഇയാൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണോ അത് ഇവിടെ റീപ്ലേസ് ചെയ്തപ്പോ കോട്ട് ഇൻവേഴ്സ് 1/√, എന്ന് വെച്ചാൽ ഇയാൾക്ക് പകരം കിട്ടിയ ആൻസർ ഇതാണ്. അപ്പൊ ഇയാളെന്ന് പറയുന്നതാണ് ഇത്. ഞാൻ അതിന് ബി എന്ന് പേര് കൊടുത്തു. അതിന് പടം വരച്ചെല്ലാം ചെയ്തു വെച്ചു. അപ്പൊ നമുക്ക് സൈൻ ഓഫ് ഇതിന്റെ വാല്യൂ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ബി ആണ്. സൈൻ ബി കണ്ടുപിടിക്കണം. സൈൻ ബി എന്നാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ആ ഫോർമുല അപ്ലൈ ചെയ്ത് ആൻസർ ആയി. ഒരു സമചിത്തതയാണ് ഇതിൽ പ്രധാനം ചെയ്തത്.
തെറ്റരുത്. പ്രൊസീജിയർ എ, അതിൽ നിന്ന് കോസെ കണ്ടുപിടിച്ചു. കോസ എത്രയെന്ന് ആൻസർ കിട്ടിയപ്പോൾ അടുത്ത കോട്ട് ഇൻവേഴ്സ് ഓഫ് ദിസ്, അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ സൈൻ ഓഫ് ദിസ്, ഇത് ബി എന്ന പേര് കൊടുത്തു, അത് ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചു. കൺഫ്യൂഷൻ വരാതിരുന്നാൽ എളുപ്പം കിട്ടും. അപ്പോ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരണം. അത് നിർബന്ധമായിട്ട് ഇന്ന് ചെയ്തു നോക്കണം. എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് കോസ് അടുത്ത് ഈ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇട്ടിട്ട് ടാൻ ഇൻവേഴ്സ് ഇത് സൈൻ. അപ്പൊ ഇതാരായിരിക്കും? കോട്ട് ഇൻവേഴ്സ് എക്സ്. സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് കഴിഞ്ഞ അതേ ആൻസർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2. ഇതേപോലെ ചെയ്യണം. അടുത്ത ക്വസ്റ്റിന് ഹോംവർക്ക് എഴുതിക്കോളൂ. സിംപ്ലിഫൈ tan inverse. Simplify tan inverse ബ്രാക്കറ്റിനുള്ളില് a cos x minus b sin x, a cos x minus b sin x divided by b cos x plus a sin x. എല്ലാവരും ഇത് ഹോംവർക്കാണ്. ആരെ ശ്രദ്ധിക്കുന്നു? ആക്കണം. എത്ര ഉണ്ട് ഡിവൈഡ് ചെയ്യും ന്യൂമറേറ്റർ? അപ്പൊ ആ ന്യൂമറേറ്റർ tan inverse x minus y by 1 plus xy എന്നാവും. അത് tan inverse x minus tan inverse ചെയ്തു നോക്കണം. പിന്നെ വീണ്ടും ദുഷ്ടഹൃദയമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് മതിയാക്കാം. എഴുതിക്കോളൂ. ഇഫ് tan inverse x plus tan inverse y plus tan inverse z equals pi, then prove that x plus y plus z equals x, y, z. ഇതൊക്കെ കള്ളത്തരത്തിൽ ചെയ്യേണ്ട നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷനും കേരള എൻട്രൻസ് ക്വസ്റ്റ്യനുമാണ്. ശ്രദ്ധിച്ച് കേട്ടോ. tan inverse x-ന് a, tan inverse y-ക്ക് b, tan inverse z-ന് c. അപ്പൊ ഇതിന്റെ അർത്ഥം പറഞ്ഞ tan a എന്ന് പറയുന്നത് x, ഇവിടെ tan b y, അടുത്തത് tan c. therefore ഇതിൽ തിരിച്ചു കൊടുക്കാം. a plus b plus equals pi. so what is a plus b? മൂന്നെണ്ണം വെച്ച് ചെയ്യാൻ പാട്. a plus b equals ഇത് റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ pi minus c.
ആണോ? Therefore, what is tan A plus B എന്ന് ചോദിച്ചാൽ it will be tan of phi minus C. രണ്ട് സൈഡ് ഞാൻ tan എടുത്തു. ഇതിന്റെ എക്സ്പാൻഷൻ പറഞ്ഞ tan A plus tan B by 1 minus tan A tan B equals ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. പൈ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റായി. അപ്പൊ ഇത് സെക്കൻഡിൽ ടാൻ നെഗറ്റീവ് ആണ്, മൈനസ് ടാൻ സി ആയോ? നമുക്ക് ടാൻ എ ടാൻ ബി ടാൻ സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ എക്സ് പ്ലസ് ബൈ ഈക്വൽസ് മൈനസ് ടാൻ സി എന്ന് വെച്ചാൽ ഇസഡ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. X plus y will be the left side. Minus z കൊണ്ട് 1 ഗുണിക്കുമ്പോൾ മൈനസ് z പ്ലസ് ഈ മൈനസ് z ലെഫ്റ്റ് സൈഡിലെടുത്ത് ആൻസർ നോക്കൂ. കിട്ടിയ? സിമ്പിൾ ആണ്, പക്ഷെ പ്രാക്ടീസ് വേണം. എഴുതിക്കോളൂ. ഇതൊന്ന് കഴിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് എല്ലാവരും വരും. ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ആ ടോപ്പിക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്ത് തീർത്ത് തരും. ഇപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. അന്ന് കഴിയുന്ന ഇതുപോലെ ബുധനാഴ്ച ആണെന്നാണ് തോന്നുന്നത്. ബുധനാഴ്ച ആണെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് KFC-യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കൊടുക്കും. സന്തോഷം. വീട്ടുകാർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്? വീട്ടിലുള്ള അച്ഛനും അമ്മയുമൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? പിന്നെ പ്രശ്നമില്ല, അവര് ഈ കുട്ടി അറിയാതെ തന്നെ എടുത്തതാണ്. ഒരാളും തന്നെ, ഒരാളേ ഉള്ളൂ. അനിയത്തിയ. ചേച്ചി എന്ത് ചെയ്യുന്നു? പഠിക്കണം. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ. ബാക്കി അടുത്ത ക്ലാസ്. ബാക്കി എന്ത് എഴുതിയില്ല. നമ്മുടെ ടെക്നീഷ്യൻ എവിടെ പോയി? ടെക്നീഷ്യൻ